വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും പരിചയപ്പെടുത്തുന്ന മെഡി ഡിവൈസ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ഡിവൈസിൽ നമ്മൾ പരിചയപ്പെടുന്നത് കൊളനോസ്കോപ്പി എന്ന പ്രൊസീജിയർ ചെയ്യുന്ന എൻഡോസ്കോപ്പി സ്കോപ്പും എൻഡോസ്കോപ്പി പ്രൊസസ്സറുമാണ്. ഈ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഡോക്ടർ ജെസിമോൻ ജോസ്, ലീഡ് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജി, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ. ഇതൊരു അപ്പർ ജി എൻഡോസ്കോപ്പാണ്. ഇത് അതിൻ്റെ പ്രൊസസ്സറാണ്. ഒളിമ്പസ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിൻ്റെ പ്രൊസസ്സറാണ്. ഇതതിൻ്റെ മോണിറ്ററാണ് സോണിയുടെ. ഇത് അതിൻ്റെ സ്കോപ്പാണ്. അപ്പർ ജി എൻഡോസ്കോപ്പാണിത്. 190 സീരീസാണ്. ഇത് തിൻ സ്കോപ്പാണിത്. ഈ സ്കോപ്പിക്ക് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ലെൻസും കാണാം. അപ്പോൾ നമുക്ക് പേഷ്യൻസിൻ്റെ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻസിൻ്റെ അന്നനാളം, ആമാശയം ഇതെല്ലാം കാണുകയും പടം എടുക്കുകയും ചെയ്യാം. അത് നമുക്കൊരു ടി വിയിൽ കണക്ട് ചെയ്ത ആ പടം നമ്മൾ കാണുകയും ചിലപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് റെക്കോർഡിങ് ചെയ്യാം. എപ്പോഴാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? നമ്മൾ എൻഡോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അപ്പർ ജി എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി, ERCP ഇതൊക്കെ എൻഡോസ്കോപ്പിയിൽ പെടുന്നതാണ്. അപ്പർ ജി എൻഡോസ്കോപ്പി അതായത് അന്നനാളത്തിൽ കൂടെ വായിക്കൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പി എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അന്നനാളത്തിലെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാം. അതായത് ഒരു പേഷ്യൻ്റ് ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്, ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നനാളത്തിലോ അല്ലെങ്കിൽ തൊണ്ടയിലെ വേദന വരുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം അവിടെ അൾസർ ഉണ്ടോ എന്ന് അറിയാനോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനോ നമ്മൾ അപ്പർ ജി എൻഡോസ്കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അൾസർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യാൻസർ പോലെ തോന്നുന്ന അൾസറുകൾ ആണെങ്കിലോ നമ്മളത് ബയോപ്സി എടുക്കുകയും അത് അൾസറാണോ അത് അൾസർ അല്ലെങ്കിൽ CMV അല്ലെങ്കിൽ HSV അല്ലെങ്കിൽ കാൻഡിഡ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കാരണമാണോ ഈ അൾസർ വരുന്നത്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ ബയോപ്സി എടുക്കാറുണ്ട്. പലപ്പോഴും വേറൊരു ഇൻഡിക്കേഷൻ ഫോറിൻ ബോഡി, അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ ബാറ്ററിയോ അല്ലെങ്കിൽ കോയിനോ അല്ലെങ്കിൽ പിന്നോ അറിയാതെ അവർ വിഴുങ്ങുകയും അവസാനം അത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ അന്നനാളത്തിൽ ഫോറിൻ കോയിനോ ബാറ്ററിയോ എല്ലാം കണ്ടുപിടിക്കുകയും അവസാനം അത് എടുക്കാൻ വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിൽ ചിക്കൻ കഴിച്ചതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫിഷ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മീൻ മുള്ള് കുടുങ്ങി വരിക അല്ലെങ്കിൽ ചിക്കൻ്റെ ബോൺ കുടുങ്ങി വരിക. അപ്പോൾ അവർ വേദനയായിട്ട് വരും. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ചിക്കൻ്റെ ബോണോ അല്ലെങ്കിൽ ഫിഷിൻ്റെ മുള്ളോ നമ്മൾ എടുത്ത് കളയാറുണ്ട്. ആമാശയത്തിലോട്ട് വരികയാണെങ്കിൽ വയറിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വയറ് വേദനയാകാം, വയറിലെ എരിച്ചിലാകാം, എപ്പോഴും വിട്ടുമാറാത്ത ഏമ്പക്കമാകാം, വയറ് വീർക്കുക, ഈ അവസ്ഥകളൊക്കെ, അല്ലെങ്കിൽ ഛർദി വരിക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ കറുപ്പ് കളർ വരിക, ഇങ്ങനത്തെ അസുഖങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൾസർ ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ, ഗ്രോത്തുകളുണ്ടോ, ക്യാൻസറസ് ആയ അൾസർ ഉണ്ടോ, അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ തൊലിപോക്ക് വരിക, അല്ലെങ്കിൽ ആമാശയത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് വരിക, ഇതെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പി ഇത്തരം പേഷ്യൻസ് നമ്മൾ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് രക്തം കുറയുകയാണെങ്കിൽ, വയറ്റിൽ നിന്ന് കറുപ്പ് കളറിൽ പോവുകയാണെങ്കിൽ, വെയിറ്റ് ലോസ് വരികയാണെങ്കിൽ, വിശപ്പില്ലായ്മ വരികയാണെങ്കിൽ, ഈ കണ്ടീഷനിലെല്ലാം നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുകയും പ്രാഥമിക ഉദ്ദേശം അവർക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെയാണ് ഒന്നാമത്തെ ഉദ്ദേശം. പലപ്പോഴും പേഷ്യൻറ്റിന് കറുപ്പ് കളറിൽ പോവുകയാണെങ്കിൽ രക്തം പോകാമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ രക്തം ഛർദ്ദിച്ചിട്ട് വരാം. ഈ പേഷ്യൻസിന് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അന്നനാളത്തിൽ ഞരമ്പ് തടിച്ച് വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ടായിരിക്കാം. പ്രത്യേകിച്ച് ലിവർ സിറോസ് ഉള്ള പേഷ്യൻസിന് അന്നനാളത്തിൽ ഞരമ്പ് തടിച്ച് വീർത്ത് വരികയും അത് പൊട്ടിയിട്ട് രക്തം ഛർദ്ദിക്കുകയും ചെയ്യാം. വേദന സംഹാരികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആസ്പിരിൻ ഗുളികകൾ, ഹാർട്ടിൻ്റെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ആസ്പിരിൻ ഗുളിക കഴിക്കുന്ന ആൾക്കാർക്ക് ആമാശയത്തിൽ അൾസർ വരികയും അവിടെ നിന്ന് ബ്ലീഡിങ് വരികയും ചെയ്യാറുണ്ട്. ഈ ഘട്ടത്തിലും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് അൾസർ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ അവിടെ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി പല സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അൾസർ ആണെങ്കിൽ അവിടുന്ന് ബ്ലീഡിങ് വരുവാണെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഇട്ട് ആ അൾസറിലെ ബ്ലീഡിങ് നമ്മൾ നിർത്താൻ ട്രൈ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. അതുപോലെ ചില ഇഞ്ചക്ഷൻസ്, അഡ്രിനാലിനോ STDയോ ഇങ്ങനെ ഈ പറയുന്ന ഇഞ്ചക്ഷൻസ് ഉപയോഗിച്ച് നമ്മളെ ബ്ലീഡിങ് നിർത്താൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ തരം ക്ലിപ്പ്, ഓവസ്കോ എന്ന് പറഞ്ഞ ക്ലിപ്പ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ബ്ലീഡിങ് നിർത്താറുണ്ട്. സിറോസിസ് പേഷ്യൻസ് വരികയാണെങ്കിൽ അന്നനാളത്തിൽ ഞരമ്പ് തടിച്ച് വീർത്ത് അത് പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി നമ്മൾ ബാൻഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ തന്നെ സിറോസിസ് പേഷ്യൻസിന് ഗേവ് എന്ന് പറഞ്ഞൊരു ഒരു അസുഖമുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രക്തം കുറയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഗേവ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് APC, ആർഗൻ പ്ലാസ്മ കോയാഗുലേഷൻ എന്ന തെറാപ്പിയായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിന് പുറമേ അന്നനാളം ചുരുങ്ങി വരിക, അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഔട്ട്ലെറ്റ് ചുരുങ്ങി വരിക, പൈലോറസ് എന്ന് പറഞ്ഞ ഭാഗം അവിടെ ചുരുങ്ങി വരിക, പല കാരണം കൊണ്ട് ചുരുക്കം വരാം. ചിലപ്പോൾ ക്യാൻസർ കാരണമാണ് ചുരുക്കം വരുന്നത്, ചിലപ്പോൾ കോസ്റ്റിക് ഇഞ്ചുറി കാരണം ചുരുക്കം വരാം,
ചിലപ്പോൾ പെപ്റ്റിക് അൾസർ വന്ന് അത് ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചുരുക്കം വരാം. ചിലപ്പോൾ ഈ ക്യാൻസർ അല്ലാണ്ട് ചുരുക്കം വരാം. അതായത് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ GERD കാരണമുള്ള ലോവർ ഈസോഫേഗൽ അൾസർ അത് ഹീലാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചുരുക്കം വരാം. അല്ലെങ്കിൽ അറിയാതെ ആസിഡോ ആൽക്കലിയോ കുടിച്ചിട്ട് അതിൻ്റെ എഫക്റ്റായിട്ട് ചുരുക്കം വരാം. അതും അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് അന്നനാളത്തിലെ ക്യാൻസറിനോ ലാരിങ്സ് ഈ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് റേഡിയേഷൻ എടുക്കുമ്പോൾ ആ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചുരുക്കം വരാം. ഈ ചുരുക്കം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഇപ്പം ചുരുക്കം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പേഷ്യൻസിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഇറക്കാൻ പറ്റാത്ത കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചുരുക്കം വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പി വഴി ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. നമുക്ക് 3 തരം ട്രീറ്റ്മെൻറ്റാണ് അതിന് ലഭ്യമുള്ളത്. ക്യാൻസർ കൊണ്ടുള്ള ചുരുക്കമാണെങ്കിൽ നമ്മൾ മിക്കവാറും അവിടെ സ്റ്റെൻറ്റ് ഇടുകയാണ് പതിവ്. ക്യാൻസർ അല്ല, ഈ റേഡിയേഷൻ കാരണമുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ ഉണങ്ങിയിട്ട് ഭാഗമായിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ ആൽക്കലി അല്ലെങ്കിൽ ആസിഡ് ഇത് കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രക്ചർ, ഇതുകൊണ്ടൊക്കെ വരുന്ന ചുരുക്കമാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ അതിന് 2 ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ ബലൂൺ വെച്ച് ആ ചുരുക്കം നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ സാവറി ഗില്ലാർഡ് ഡയലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡയലേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചുരുക്കം വികസിപ്പിക്കാൻ നോക്കാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പേഷ്യൻസിനൊന്നും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ GI എൻഡോസ്കോപ്പി, അതായത് വായിക്കൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പിയുടെ ഇൻഡിക്കേഷൻസും ചില ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും. അടുത്ത കോമൺ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ്ട്രോയിൽ നമ്മൾ ചെയ്യുന്നത് കൊളനോസ്കോപ്പിയാണ്. കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു എൻഡോസ്കോപ്പ്, അത് നമ്മൾ താഴെ മലദ്വാരത്തിൽ കൂടെയാണ് നമ്മളത് പ്രവേശിക്കുന്നതും. എന്നിട്ട് വൻകുടൽ മുഴുവൻ നമ്മൾ പരിശോധിക്കുകയും ചെറുകുടലിൻ്റെ അവസാനത്തെ ഒരു 10 സെൻറ്റിമീറ്ററുമാണ് നമ്മൾ കൊളനോസ്കോപ്പി വഴി പരിശോധിക്കുന്നത്. കൊളനോസ്കോപ്പി എൻഡോസ്കോപ്പികളും 2-3 കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊളനോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വൻകുടൽ മുഴുവൻ മലം കെട്ടി കിടക്കുന്നുണ്ടാവും, അത് മുഴുവൻ വാഷ് ചെയ്യണം. അത് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ കൊടുക്കും. പ്രിപ്പറേഷൻ ഒരു ബോട്ടിലിൻ്റെ അകത്ത് വരുന്ന ഒരു ലിക്വിഡായിട്ടുള്ള മരുന്ന് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പൊടി ഉണ്ടാവാം. ആ ഒരു മരുന്ന് തന്നെ പൊടിയായിട്ട് വരുന്നു, സാഷേ പൗഡറായിട്ട് വരുന്നു, അത് വെള്ളത്തിൽ കലക്കി അതും കുടിക്കാം. എനിവേ, എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൻകുടലിൽ കെട്ടിക്കിടക്കുന്ന മല മുഴുവൻ വാഷ് ചെയ്ത് കളയലാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് വൻകുടലിൻ്റെ മ്യൂക്കോസ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ വൻകുടൽ ടെസ്റ്റ് അല്ലെങ്കിൽ കൊളനോസ്കോപ്പി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം, ഒന്ന് ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ്, താഴത്തിൽ കൂടെ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ബ്ലഡ് പോകണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പൈൽസ് ആയിരിക്കാം, ഫിഷറായിരിക്കാം, അല്ലെങ്കിൽ പോളിപ്പായിരിക്കാം, വൻകുടലിലെ അൾസറായിരിക്കാം, വൻകുടലിലെ ക്യാൻസർ ആയിരിക്കാം, വൻകുടലിൽ കണ്ടുവരുന്ന ഡൈവർട്ടിക്കുല എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ചെറിയ ചെറിയ പൊത്തുകൾ വരുന്നു, ആ പൊത്തിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വൻകുടലിലെ ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ. അപ്പോൾ നമ്മൾ കൊളനോസ്കോപ്പി വഴി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് ബ്ലീഡിങ്, എന്തുകൊണ്ടാണ് ബ്ലീഡിങ് എന്ന് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ ഉദ്ദേശം. ചില കാരണങ്ങൾ നമുക്ക് കൊളനോസ്കോപ്പി വഴി തന്നെ നമുക്കത് ചികിത്സിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പോളിപ്പ് കാരണമായുള്ള ബ്ലീഡിങ് ആണെങ്കിൽ നമ്മളത് പോളിപ്പെക്ടമി, ആ പോളിപ്പ് എടുത്തു മാറ്റും. അൾസർ കാരണമുള്ള ബ്ലീഡിങ് ആണെങ്കിൽ നമ്മൾ അൾസർ നിൽക്കാൻ വേണ്ടി ഹീമോഗ്ലോബ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്ത് ആ അൾസർ നമ്മൾ നിർത്താറുണ്ട്. അല്ലെങ്കിൽ അവിടെ ക്ലിപ്പ് ഇടുക, അതാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. ചില ടൈപ്പ് അൾസർ ഉണ്ട്, SRUS എന്ന് പറഞ്ഞ അൾസർ ഉണ്ട്, അത് രക്തത്തിൽ കാണുന്നതാണ്. ആ ടൈപ്പ് അൾസർ ബ്ലീഡിംഗ് ആയിട്ട് വരികയാണെങ്കിൽ അത് നിർത്താൻ വേണ്ടി ആർഗൺ പ്ലാസ്മ കോഗുലേഷൻ എന്ന തെറാപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡയവർട്ടിക്കുലർ ബ്ലീഡ് ആണെങ്കിൽ ആ ബ്ലീഡ് എവിടെ നിന്നാണ് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ ക്ലിപ്പ് ഇടുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ക്യാൻസറാണ് ബ്ലീഡിങ്ങിന് കാരണമെങ്കിൽ മിക്കവാറും അത് സർജറി ചെയ്യേണ്ടി വരാറാണ് പതിവ്. നമ്മളത് CT സ്കാൻ എടുക്കുകയും അത് ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിക്കുകയും സർജറി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അത് നമ്മൾ സർജറി ചെയ്ത് ആ ക്യാൻസർ എടുത്ത് കളയുകയാണ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കൊളനോസ്കോപ്പി ചെയ്തതിൻ്റെ ഉദ്ദേശം, ഇൻഡിക്കേഷൻ, വിട്ടുമാറാത്ത ഡയേറിയ, ആഴ്ചകളായിട്ട് 4 ആഴ്ചയ്ക്ക് മേലെ അല്ലെങ്കിൽ 6 ആഴ്ചയ്ക്ക് മേലെ ഡയറി വരികയാണെങ്കിൽ പല അസുഖങ്ങളുണ്ടോ. ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം, പല കാരണങ്ങളുണ്ട് ഈ വിട്ടുമാറാത്ത ഡയറിയയ്ക്ക്. ക്രോൺസ് എന്ന് പറഞ്ഞ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വൻകുടലിനെ ബാധിക്കുന്ന TB ആയിരിക്കാം. ഇതെല്ലാമാണ് നമ്മുടെ സാധാരണയായി കണ്ടുവരുന്ന ഡയറിയയുടെ കാരണങ്ങൾ. അപ്പോൾ ഈ കൊളനോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഈ അൾസറുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് ബയോപ്സി എടുത്തിട്ട് ക്രോൺസ് ആണെങ്കിൽ ക്രോൺസ്, TB ആണെങ്കിൽ TB, അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് ആണെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ്, ഇതെല്ലാം കണ്ടുപിടിച്ച് ആ ഡയഗ്നോസ് കിട്ടുകയാണ് ആദ്യത്തെ ഉദ്ദേശം. രണ്ടാമത്തെ വേറൊരു ഇൻഡിക്കേഷൻ മലബന്ധം. വയസ്സായ ആൾക്കാർക്ക് പലപ്പോഴും
താൽക്കാലികമായിട്ട് മലബന്ധം നമുക്ക് എല്ലാം വരുന്നതാണ്. പക്ഷേ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് മലബന്ധം കാലങ്ങളായിട്ട് അത് 2-3 ആഴ്ചയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ ഇതൊക്കെ കൂടെ വരികയാണെങ്കിൽ ബ്ലീഡിങ് ഇതെല്ലാം വരികയാണെങ്കിൽ ഈ പേഷ്യൻസിന് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം മിക്കവാറും ക്യാൻസർ ആയിരിക്കാനാണ് സാധ്യത. ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. വേറൊരു ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൻകുടലിൽ സ്ട്രക്ചർ വരിക, അതായത് ചുരുക്കം വരിക. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ കൊണ്ടുള്ള സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ചുരുക്കമായിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത കാരണം കൊണ്ട്, അതായത് നേരത്തെ പറഞ്ഞ ക്രോൺസ് അസുഖം കൊണ്ട് വരാം, TB അസുഖം കൊണ്ട് വരാം. വൻകുടലിന് TB ബാധിക്കുകയാണെങ്കിൽ അവിടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ചുരുക്കം വരാം. ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഈ സ്ട്രക്ചർ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എൻഡോസ്കോപ്പിയിൽ പോലെ തന്നെ ബലൂൺ ഉപയോഗിച്ച് വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇട്ട് വികസിപ്പിക്കാനോ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ക്യാൻസർ ആയിട്ടുള്ള ചുരുക്കമാണെങ്കിൽ മിക്കവാറും നമ്മൾ സ്റ്റെൻഡിങ് ആണ് ചെയ്യാറ്. വൻകുടലിന് കൊളോണോസ്കോപ്പി ചെയ്തതിൻ്റെ വേറൊരു കാരണം ഇൻഡിക്കേഷൻസ് രക്തക്കുറവ്, അതായത് ഹീമോഗ്ലോബിൻ 10 താഴെ വരികയാണെങ്കിൽ, വയറ്റിൽ നിന്ന് കറുപ്പ് കളർ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലം പരിശോധിക്കുമ്പോൾ മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുകയാണെങ്കിൽ ആ സമയത്തും നമ്മൾ കൊളോണോസ്കോപ്പിയോ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. എവിടെ നിന്നാണ് രക്തം കുറയുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അതായത് ഫാദറിനോ മദറിനോ ക്യാൻസർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്ററിനോ ബ്രദറിനോ ക്യാൻസർ വരികയാണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. ഇതിനെയാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അത് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. അത് യൂഷ്വലി അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്ക് എത്രാമത്തെ വയസ്സിലാണ് ക്യാൻസർ വന്നതെങ്കിൽ അതിന് 10 വർഷത്തിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാദറിന് 50ാമത്തെ വയസ്സിൽ കോളൻ ക്യാൻസർ വരികയാണെങ്കിൽ മക്കൾ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് ആദ്യത്തെ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് 40ാമത്തെ വയസ്സിലാണ്. അവിടുന്ന് ഓരോ 10 വർഷങ്ങളിലും നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ്. 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ്. ഇത്തരം കൊളോണോസ്കോപ്പിയാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഈ സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് യാതൊരു വക സിംറ്റംസും കാണത്തില്ല. പക്ഷേ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ടും നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നു. അതിനാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇവരുടെ കുടലിൽ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചത് കളയലാണ് മെയിൻ ഉദ്ദേശം. രണ്ടാമത് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ്. എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഉദ്ദേശം? മെജോറിറ്റി ആൾക്കാർക്കും പോളിപ്പ് ഉണ്ടാവുകയും ആ പോളിപ്പ് വലുതായിട്ടാണ് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ പോളിപ്പിൻ്റെ അവസ്ഥയിൽ തന്നെ നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴി പോളിപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ പോളിപ്പ് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നത്. ലോകമെമ്പാടും ഇങ്ങനെ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ കൊളോണോസ്കോപ്പി 50 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ചെയ്യലുണ്ട്. അതിനെയാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത്രയാണ് കൊളോണോസ്കോപ്പി എന്ന എൻഡോസ്കോപ്പിൻ്റെ ഉദ്ദേശം. വേറൊരു ടൈപ്പ് എൻഡോസ്കോപ്പി നമ്മുടെ ഗ്യാസ്ട്രോൻട്രോളജിയിൽ ചെയ്യുന്നതാണ് ERCP. ERCP ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പിത്തക്കുഴലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം പിത്തക്കുഴലിൽ അവിടെ കല്ലുകൾ വരിക, ഗോൾഡ് സ്റ്റോൺസ്, പിത്തസഞ്ചിയിലെ കല്ല് പിത്തക്കുഴലിലോട്ട് ചാടിയിട്ട് പിത്തക്കുഴലിൽ ഈ കല്ല് വന്ന് തങ്ങി നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം, പനി, വയറുവേദന ഇതെല്ലാം വരും. അപ്പോൾ അതിന് നമ്മൾ കൊളഞ്ചൈറ്റിസ് എന്ന് പറയും. പിത്തക്കുഴലിലെ കല്ല് തങ്ങി വന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അസുഖമാണ് കൊളഞ്ചൈറ്റിസ്. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പിത്തക്കുഴലിൻ്റെ കല്ല് എടുത്ത് മാറ്റുന്നത് ERCP എന്ന ഒരു എൻഡോസ്കോപ്പി പ്രൊസീജിയർ വഴിയാണ്. ഈ സപ്പോസ് പിത്തക്കുഴലിലെ കല്ലല്ല എന്ന് കരുതിക്കൂ, പിത്തക്കുഴലിലെ ക്യാൻസർ അത് പിത്തക്കുഴലിൻ്റെ അറ്റത്തായിരിക്കാം, അല്ലെങ്കിൽ പിത്തക്കുഴലിൽ ഉണ്ടാകുന്ന സ്ഥലത്ത്, അതായത് പിത്തക്കുഴലിൻ്റെ ആരംഭ സ്ഥലത്ത്, അതായത് ലിവറിൻ്റെ ഭാഗത്ത് കൊളാഞ്ചിയോ കാർസിനോമ, അവിടെ ഹൈലാർ കൊളാഞ്ചിയോ കാർസിനോമ, അല്ലെങ്കിൽ പിത്തക്കുഴലിൻ്റെ അറ്റത്ത് വരുന്ന ഡിസ്റ്റൽ കൊളാഞ്ചിയോ കാർസിനോമ, അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പാൻക്രിയാറ്റിക് ഹെഡ്, അതായത് പാൻക്രിയാറ്റിക്കിൻ്റെ തലവശത്തുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിത്തക്കുഴലിൻ്റെ ചുരുക്കം, അല്ലെങ്കിൽ പെരിയാമ്പുലറി കാർസിനോമ, ആ ആമ്പുലയുടെ അറ്റത്ത് പിത്തക്കുഴലിൻ്റെ അറ്റത്ത് വരുന്ന ക്യാൻസറുകൾ, ഇതിനെല്ലാമായിട്ട് ഇവർക്കെല്ലാം അവരുടെ പൊതുവായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിൽറുബിൻ കൂടുതലായിരിക്കും, മഞ്ഞപ്പിത്തം ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നാണ് പറയുന്നത്. അതായത് ഒബ്സ്ട്രക്ഷൻ കാരണം, പിത്തക്കുഴലിൻ്റെ അറ്റത്ത് ക്യാൻസർ വന്ന് ഒബ്സ്ട്രക്ഷൻ വരുന്ന കാരണമാണ് ഇവർക്കെല്ലാം ജോണ്ടിസ് വരുന്നത്. അപ്പോൾ ഈ ജോണ്ടിസ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ERCP ചെയ്യുകയും അവിടെ സ്റ്റെൻഡ് ഇട്ട് കൊടുക്കലുമുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ERCPക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന മെയിൻ കാരണങ്ങൾ. ഒന്ന് ക്യാൻസർ, രണ്ടാമത് പിത്തക്കുഴലിലുണ്ടാകുന്ന കല്ലുകൾ.
ഇതിന് പുറമെ തന്നെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ പല സർജറിയുടെ ഭാഗമായിട്ടും എന്തെങ്കിലും പിത്തക്കുഴലിലെ മുറിവുകൾ വരികയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ഭാഗമായിട്ടും നമുക്ക് പിത്തക്കുഴലിലെ ERCP പ്രൊസീജിയർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പിത്തക്കുഴലിൽ എന്തെങ്കിലും വേംസ്, പല പാരസൈറ്റിക് വേംസ് കാരണം ഒബ്സ്ട്രറ്റിക് ജോണ്ടിസ് വരാം പിത്തക്കുഴലിൽ. അപ്പോൾ അത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ERCP പ്രൊസീജിയർ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ERCP പ്രൊസീജിയർ. സൈഡ് വിങ് എൻഡോസ്കോപ്പി എന്നൊരു എൻഡോസ്കോപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ERCP ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. അതിന് EUS എന്നാണ് പലപ്പോഴും പറഞ്ഞ് കോമൺ ആയിട്ട് പറയുന്ന EUS, എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. എന്താണത്? എൻഡോസ്കോപ്പിയുടെ അറ്റത്ത് ഒരു അൾട്രാസൗണ്ട് ഘടിപ്പിക്കുകയും അതിനാൽ തന്നെ നമുക്ക് എൻഡോസ്കോപ്പി നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ എൻഡോസ്കോപ്പിയുടെ അറ്റത്ത് അൾട്രാസൗണ്ട് ഉള്ള കാരണം നമുക്ക് ആമാശയത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പാൻക്രിയാസ്, അതെല്ലാം നമ്മൾ സാധാരണ അൾട്രാസൗണ്ടിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്. കണ്ടുപിടിക്കാനും അതും ഡീറ്റെയിൽസ് കിട്ടാത്തതാണ്. അപ്പോൾ നമുക്ക് ഈ പാൻക്രിയാസ് കാണാൻ സഹായിക്കും. മെയിനായിട്ട് നമ്മൾ പാൻക്രിയാസ് കാണുന്നു, അതുപോലെ പിത്തക്കുഴൽ കാണുന്നു, അതുപോലെ ലിവറിൻ്റെ പല ഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ പാൻക്രിയാസ് ക്യാൻസറിന് ബയോപ്സി എടുക്കാനാണ്. പണ്ടൊക്കെ നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ പാൻക്രിയാറ്റിക്കിലെ ഒരു ട്യൂമർ വരികയാണെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പാൻക്രിയാസിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ഒരു തടിപ്പ് വരികയാണെങ്കിൽ ആ തടിപ്പ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത തടിപ്പാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ EUS ഗൈഡഡാണ് ബയോപ്സി എടുക്കുന്നത്. എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് നമ്മൾ ബയോപ്സി എടുക്കാറുണ്ട്. മെയിൻലി അത് പാൻക്രിയാറ്റിക് ട്യൂമറിന് വേണ്ടിയിട്ടാണ്. എല്ലാ പാൻക്രിയാറ്റിക് ട്യൂമേഴ്സും ക്യാൻസേഴ്സ് അല്ല, ക്യാൻസർ അല്ലാത്ത ട്യൂമേഴ്സും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സർജറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ട്യൂമർ സർജറി ചെയ്യാൻ ഭാഗത്തിലുള്ള ട്യൂമറാണോ, അതായത് ക്യാൻസർ ആയിട്ടുള്ള ട്യൂമറാണോ ക്യാൻസർ അല്ലാത്ത ട്യൂമറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൻക്രിയാറ്റിക് ട്യൂമേഴ്സ് നമ്മൾ ബയോപ്സി എടുക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ്. ഇതിന് പുറമെ തന്നെ ഇപ്പോൾ പുതിയ ടെക്നിക്കായിട്ട് എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ, അതായത് ആരംഭഘട്ടത്തിലുള്ള ക്യാൻസർ എല്ലാം നമുക്ക് സർജറി ചെയ്യാതെ മാറ്റാൻ പറ്റുന്നതാണ്. അതിനാണ് എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം പുതിയ പുതിയ ടെക്നിക്കുകളാണ്. പല സ്ഥലങ്ങളിലും നമ്മളിത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിലും പല സ്ഥലങ്ങളിലും EST എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ അന്നനാളത്തിൽ അക്ലേസിയ കാർഡിയ എന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അസുഖം ചികിത്സിക്കുന്നതിന് പോയം എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട്. അതും ഒരു തേർഡ് സ്പേസ് എൻഡോസ്കോപ്പിയുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതും നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലെല്ലാം ചെയ്യുന്നതാണ് പോയം പ്രൊസീജിയറെല്ലാം. ഇതാണ് ഒരു ഗ്യാസ്ട്രോൻട്രോളജിയിലെ എൻഡോസ്കോപ്പിയിൽ നടക്കുന്ന പ്രൊസീജിയറിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്.